നമ്പർ 3, ബിട്രയിങ്. എഴുന്നേറ്റം കൊണ്ട് ചെന്ന് കയറി കൊടുക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മളെ കൂടെ നിന്ന ഒരുത്തൻ വേറെ ടീമിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നു. എന്തിനാണ്? നമുക്ക് പണി തരാൻ, ചതിക്കാൻ. നമ്മൾ എന്താവാൻ പോവുക? നമ്മൾ ദൈവമക്കളാകാൻ പോവുക. ആകാൻ വേണ്ടി അവിടെ നിന്ന് ഒരുങ്ങി വരിക. ഗതസമനയെന്ന് ഒരുങ്ങി എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഫസ്റ്റ് കാണുന്നത് വീഡിയോ ക്യാമറക്കാരനല്ല, ഫ്രണ്ടിൽ നിൽക്കുന്നത് നമ്മുടെ കൂടെ നിന്നവൻ വേറെ ടീമിൻ്റെ കൂടെ ഇങ്ങോട്ട് വരുന്നു. എന്തിനാണ്? കെട്ടിപ്പിടിച്ച് കാണിച്ചു കൊടുക്കാൻ. ഇവിടെ പ്രാർത്ഥന നടന്നപ്പോൾ അവൻ അവിടെ എഗ്രിമെൻ്റ് ആണ്, ഞാൻ കാണിച്ചു തരാം, അവൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, 30 വെള്ളിക്കാശ് തരുമെങ്കിൽ കാണിച്ചു തരാം. ഇവ 50 ആദ്യം ചോദിച്ചായിരിക്കും, അവന്മാർ 20 പറഞ്ഞു കാണും. പിന്നെ പറഞ്ഞ് സെറ്റിലാക്കി 30 ബാബുവാ. നമ്മൾ ദൈവമക്കളാകുന്നെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ ഒറ്റി കൊടുക്കും. ഞെട്ടിപ്പോ നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ശത്രുപക്ഷത്തിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത് നമ്മുടെ കൂടെ നിന്നവൻ, നമ്മൾ മുക്കി ആദ്യം വായിൽ വെച്ചു കൊടുത്തവൻ, നമ്മുടെ വിരലിൽ പല പ്രാവശ്യം കടിച്ചിട്ടുള്ളവൻ നമുക്ക് പണി തരും. അതനുഭവിക്കാനുള്ള ആംബിർ വേണം. അതാ കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. അതനുഭവിക്കാനുള്ള കൃപ ഉണ്ടാവണമെങ്കിൽ ഗതസമനയിൽ ചാർജ് ഏറ്റെടുക്കണം. ഗതസമനയിൽ കുഴഞ്ഞവൻ ഇവിടെ ആവിയൽ കുഴയും പോലെ കുഴയും.